നിങ്ങളുടെ വയസ്സിൻ്റെ കൂടെ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുടെ വയസ്സിൻ്റെ കൂടെ 2 വയസ്സ് കൂട്ടിയിട്ട് ബാക്കിലേക്ക് ആലോചിക്കുക എല്ലാവരും. ഇപ്പൊ 14 വയസ്സുള്ള ഒരാള് 16 വയസ്സ് മുമ്പ് ആലോചിക്കണം എന്നർത്ഥം. ഞാനും 2 വയസ്സ് ബാക്കോട്ട് കൂട്ടിയിട്ട് ആലോചിക്കാം. അങ്ങനെ ആലോചിച്ചാൽ എന്താ കാണാൻ പറ്റുക? നിങ്ങളുണ്ടോ ഇവിടെ? ഇല്ല. ഞാൻ 1 വയസ്സ് എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പറയും എന്നാലും ഇല്ല അല്ലേ, ഉമ്മാന്റെ ഗർഭാശയത്തിൽ പോലും ഇല്ല. അപ്പൊ 2 വർഷം മുമ്പ് എന്തായാലും ഇല്ലല്ലോ, ഇല്ല. വാപ്പാക്ക് നമ്മളെ പേര് അറിയോ? ഉമ്മാക്ക് നമ്മളെ പറ്റി അറിയോ? ഇല്ല. അപ്പൊ അങ്ങനെ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ നമ്മൾ എത്തിയില്ലേ? സൂറത്തുൽ ഇൻസാൻ 1-ാമത്തെ ആയത്ത് എന്താ അറിയോ നിങ്ങൾക്ക്? ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅം മദ്കൂറ. മനുഷ്യ, നീ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സാധനമാണ് അല്ലേ. ഇപ്പൊ ഇത് എന്ന് പറയുമ്പോൾ ഈ കയ്യിലൊരു സാധനം ഉണ്ട്. ഇങ്ങനെ തൊട്ട് കാണിക്കാനും ചൂണ്ടിക്കാണിക്കാനും എന്ന് പറഞ്ഞാൽ പ്രസ്താവ്യമായ ഒരു വസ്തു പോലും അല്ലാതിരുന്നൊരു കാലഘട്ടം നിന്റെ മുന്നേ കഴിഞ്ഞു പോയിട്ടുണ്ട്. നീ എന്താ അതിനെക്കുറിച്ച് ആലോചിക്കാത്തത്? എന്നിട്ട് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഓരോ ഘട്ടങ്ങളെ പറ്റി ഇങ്ങനെ പറയാണ് ഖുർആൻ. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഓരോ ഘട്ടങ്ങളെ പറ്റി ഇങ്ങനെ പറയാണ്. ثم جعلناه نطفة في قرار مكين. അങ്ങനെ ഒരു ഇന്ദ്രിയ കണം, ഒരു ബീജകണത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിക്കാൻ അത് ഭദ്രമായ ഒരു സ്ഥാനത്ത് വെച്ചു. പരിശുദ്ധ ഖുർആൻ പറയാട്ടോ. കറക്റ്റ് നമ്മുടെ ബയോളജി ഖുർആനിലുണ്ട്. സൂറത്തുൽ മുഅ്മിനൂൻ വായിച്ചാൽ നിങ്ങൾ കാണാൻ പറ്റും. ثم جعلناه نطفة في قرار مكين. ഒരു ബീജകണത്തിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുകയാണ് പടച്ചതമ്പുരാൻ. അതിനെ ഭദ്രമായ ഒരു സ്ഥാനത്ത് വെച്ചു. എന്നിട്ടോ ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. ആ ബീജഗണത്തെ, ആ ഇന്ദ്രിയത്തുള്ളിയെ അല്ലേ ഒരു ഭ്രൂണമാക്കി മാറ്റുകയും ഭ്രൂണത്തെ മാംസപിണ്ഡമാക്കുകയും ആ മാംസപിണ്ഡത്തിൽ അസ്ഥികളെ സന്നിവേശിപ്പിക്കുകയും എല്ലുകൊണ്ട് പൊതിയുകയും എല്ലിനെ വീണ്ടും മാംസം കൊണ്ട് പൊതിയുകയും ഫജഅൽനാഹു ഖൽഖൻ ആഖർ, എന്നിട്ട് മറ്റൊരു സൃഷ്ടിവർഗമായി നമ്മളെ രൂപപ്പെടുത്തിയതാണ്. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അങ്ങനെ നമ്മളെ സൃഷ്ടിച്ച അല്ലാഹു എത്ര നല്ല സൃഷ്ടികർത്താവ്. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഇത് പൂർണ്ണമായി വിശദീകരിക്കണില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എങ്കിലും 1-2 ഭാഗത്ത് ഞാൻ വിശദീകരിക്കാം. ഈ അസ്ഥിയെ നൽകിയില്ലേ മാംസപിണ്ഡത്തിലേക്ക്, പിന്നെ അള്ളാഹു അസ്ഥികളെ നൽകി, എല്ലുകളെ നൽകി. എല്ലുകളെ നൽകിയിട്ട് പിന്നെയും മാംസം കൊണ്ട് പൊതിഞ്ഞു എന്നാണ്. പിന്നെയും മാംസം കൊണ്ട് പൊതിഞ്ഞു. എന്നിട്ട് മറ്റൊരു സൃഷ്ടിവർഗമായി രൂപപ്പെടുത്തി. ഇനി ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയണ്ടേ, മനുഷ്യനെ ഏറ്റവും നല്ല ഘടനയോടുകൂടി അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. നിങ്ങൾക്കറിയുന്ന ആയത്താണ്. ഏറ്റവും നല്ല ഘടനയോടെയാണ് മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ചത്. മറ്റു മൃഗങ്ങളെയൊക്കെ നോക്കിയാൽ മറ്റെന്തിനേക്കാളും ഏറ്റവും മനോഹരമായി അള്ളാഹു ആദരിച്ച സൃഷ്ടിവർഗമാണ് മനുഷ്യരായ നമ്മൾ. വലഖദ് കറംനാ ബനി ആദം എന്നാണ്. നമ്മൾ അള്ളാനെ ആദരിച്ചു എന്നല്ല, അല്ല നമ്മളെ ആദരിച്ചു. അല്ല ആദരിച്ച സൃഷ്ടിവർഗം. അപ്പൊ ചില്ലറക്കാരല്ല നമ്മൾ. ഒരുപാട് കഴിവും മികവും ഒക്കെ ഉള്ള മഹത്തായ സൃഷ്ടിവർഗമായി അല്ല ആദരിച്ച സൃഷ്ടിവർഗം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളിങ്ങനെ തല ഉയർത്തി ഇങ്ങനെ നടക്കുകയാണ്. നമ്മളെ സൃഷ്ടിച്ച പടച്ചോൻ തന്നെ നമ്മോട് പറഞ്ഞു, നീ ഒരിക്കലും ഭൂമിയിലൂടെ അഹന്ത കാണിച്ചും അഹങ്കരിച്ചും നടക്കേണ്ട ആവശ്യമില്ല. കാരണം വളരെ ദുർബലമായിട്ടാണ് നിന്റെ സൃഷ്ടിപ്പ്. നമ്മളുണ്ടാക്കിയ അല്ലെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ കമ്പനിക്ക് അറിയാലോ അതിന്റെ കപ്പാസിറ്റി എന്താന്നുള്ളത്. അറിയൂലേ? അറിയും.
അപ്പൊ നമ്മുടെ എക്സ്പയറി ഡേറ്റ് ഒക്കെ അറിയുന്ന, നമ്മുടെ കപ്പാസിറ്റി, കഴിവും മികവും അറിയുന്ന അള്ളാഹ് പറയണേ, വല്ലാതെ അഹങ്കരിച്ചു നടക്കണ്ട. എന്നിട്ട് അതിന്റെ 2 കാരണങ്ങൾ പറഞ്ഞു കേട്ടോ. ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല. നിനക്ക് ഭൂമിയെ 2ആക്കി പിളർത്തി മാറ്റാനും കഴിയൂല, പർവ്വതത്തോളം ഉയരാനും കഴിയൂല. ചില ആൾക്കാർ ഇങ്ങനെ നടക്കണുണ്ടാക്കരുത് അല്ലേ, ഓൻ എന്തോ കാട്ടിക്കൂട്ടും അല്ലേ, എന്തോ ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ തോന്നിപ്പിക്കാൻ വേണ്ടി നടക്കും. വേണ്ട, നീ ഭൂമിയിലൂടെ അഹങ്കരിക്കേ വേണ്ട. കാരണം നിനക്ക് പർവ്വതത്തോളം ഉയരാനോ ഭൂമിയെ നെടുക പിളർത്തി മാറ്റാനോ കഴിയൂല എന്ന് ഖുർആൻ പറയാണ്. അപ്പൊ നമ്മളെ ജനിച്ചു, മാതാപിതാക്കൾ നമുക്ക് വേണ്ടതെല്ലാം നൽകി, ഇങ്ങനൊരവസ്ഥ നമ്മളെല്ലാവരും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ അവസ്ഥേന്റെ പ്രത്യേകത എന്താ അറിയോ? എല്ലാവരും ഈ ഒരു സമയത്ത് അധികവും ചെയ്ത പണി എന്താ അറിയോ? കരയുക. അധികവും ചെയ്ത പണി എന്താണ്? കരയുക. എന്നാൽ നമ്മുടെ കരച്ചിലിലൂടെ നമ്മുടെ ഉമ്മയും ഉപ്പയും പലതും മനസ്സിലാക്കി. നമ്മൾ ഒരു വട്ടം ഇങ്ങനെ കരഞ്ഞിട്ടോ, ഈ പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞപ്പോ ഉമ്മ പറയണേ എൻ്റെ കുട്ടിക്ക് വിശന്നിട്ടാണ്. അതേ കരച്ചിൽ തന്നെയാണ് പിന്നെയും കരഞ്ഞത്, ട്യൂണ് മാറ്റിയിട്ടൊന്നുമില്ല, എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഉമ്മ പറയണേ അല്ലേ, മൂത്രമൊഴിച്ചിട്ടുണ്ട്. പിന്നെ കരഞ്ഞപ്പോ പറയാണ് കൊതുക് കടിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രയാസം അല്ലെ, വയറിന് എന്തെങ്കിലും അസുഖം ഉണ്ടോന്നാവോ. ഒരേ കരച്ചിലിലൂടെ നമ്മുടെ വ്യത്യസ്ത ആവശ്യങ്ങളെ കണ്ടെത്തി നമ്മുടെ മാതാപിതാക്കൾ. എന്നിട്ട് അത് ഓരോന്നും പരിഹരിച്ചു വന്നു അല്ലേ. ഈ കുട്ടി എന്തെങ്കിലും പറഞ്ഞോ കരയുമ്പോ? ഒന്നാമത്തെ കരച്ചിൽ ഉമ്മ വിശന്നിട്ടാണ് പറഞ്ഞോ? ഇല്ല. ഉമ്മ മൂത്രമൊഴിക്കാനാണ് പറഞ്ഞോ? ഇല്ല. ഒരേ കരച്ചിലിൽ വ്യത്യസ്ത ആവശ്യങ്ങളെ മാതാപിതാക്കൾ മനസ്സിലാക്കി. എന്നിട്ട് ആവശ്യങ്ങൾ മുഴുവൻ നമുക്ക് പൂർത്തിയാക്കി തന്നു. പിന്നെയോ, പിന്നെ നമ്മളിങ്ങനെ വളരുകയാണ് അല്ലേ. ആദ്യം എല്ലാം ഇങ്ങനെ മുട്ടിലിഴയാൻ നോക്കുന്നു, ഇരിക്കാൻ ശ്രമിക്കുന്നു, പിന്നെ നടക്കാൻ ശ്രമിക്കുന്നു. നടക്കുമ്പോഴോ ആദ്യം തന്നെ ഉഷാറായിട്ട് നടക്കുവോ? ഇല്ല, വീണാൽ പിന്നെ അവിടെ ഇരിക്കുക. ഇതെന്താ ഞാൻ നടക്കാൻ തുടങ്ങുമ്പോഴത്തേന് ഇങ്ങനെ വീഴേ, എന്നാ ഞാൻ നടക്കണില്ല എന്ന് പറഞ്ഞോ. ഓൻ പിന്നെയും എഴുന്നേറ്റു, വീണ്ടും നടന്നു, പിന്നെയും വീണു. കുറേ പ്രാവശ്യം വീണു കേട്ടോ. മടുത്തോ? ആരെങ്കിലും അതിനെ ഉപേക്ഷിച്ചു പോയോ? പിന്നെയും നടക്കുകയാണ്. ഇപ്പൊ ജീവിതത്തിൽ നമ്മുടെ പല എഫേർട്ടുകളും പ്രയത്നങ്ങളും വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയ എനർജി നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ആർജിച്ചിട്ടുണ്ട്, നേടിയിട്ടുണ്ട്. കണ്ടോ നിങ്ങള്? ചെറുപ്പത്തിൽ നമ്മൾ ഇത്ര വലിയ ഒരു പ്രശ്നവും സങ്കടവും ഒക്കെ ഉണ്ടായില്ല. കാരണം എത്ര വീണാലും ഞാൻ വീണ്ടും മുന്നോട്ട് പോകാനുള്ള കരുത്ത് എനിക്ക് സ്വയം എൻ്റെ റബ്ബ് തന്നീനു. പിന്നെ നമ്മളിങ്ങനെ അറിയാതെ മറന്നുപോയതാണ്. നമ്മൾ വീണ്ടും എഴുന്നേറ്റുട്ടോ, വീണ്ടും നടന്നുട്ടോ. വാപ്പയുടെ കൈപിടിച്ചും ഉമ്മയുടെ കൈപിടിച്ചൊക്കെ നമ്മളെങ്ങനെ നടന്നും പിന്നെ ഓടാൻ ശ്രമിച്ചും അങ്ങനെ നമ്മൾ വളരുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോഴൊക്കെ നമുക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ട്, വെള്ളം കിട്ടിയിട്ടുണ്ട്, ശ്വസിക്കാനുള്ള വായു കിട്ടിയിട്ടുണ്ട്. ആരാ ഇതൊക്കെ നൽകിയതെന്ന് ചോദിച്ചാൽ ഉപ്പ ഉമ്മ എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്ത് നമുക്ക് വലിയൊരു ഉത്തരവുണ്ട് അല്ലേ. അതാരാണ്? നമ്മളെ സൃഷ്ടിച്ച പടച്ചതമ്പുരാനാണ് എന്നുള്ളതിൽ നമുക്ക് ആർക്കും ഒരു സംശയവുമില്ല. നോക്കിയേ നിങ്ങൾ, ഈ ദുനിയാവിൽ എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് നേടിയത്, എന്തെല്ലാമാണ് നമ്മൾ ആസ്വദിക്കുന്നത്. അപ്പൊ കുറെ ആൾക്കാർ ചിരിക്കാണ്, എവിടെ 17 Pro Max ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല, ബുള്ളറ്റോ, വലിയ വീടോ, ആ വീടോ ഇല്ല, ഞാൻ കുറച്ച് നല്ല പിക്ചർ ആഡ് ചെയ്തെന്നുള്ളൂ. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ പലതും ഇതും ഇതല്ലാത്തതുമൊക്കെ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നില്ലേ. നമ്മുടെ വീട്ടിൽ ഫോണില്ലേ? ഉണ്ട്. നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നില്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കണില്ലേ? നമ്മൾ പ്രയാസമില്ലാതെ മഴയും വെയിലൊന്നും കൊള്ളാതെ ഒരു വീട്ടിൽ അന്തിയുറങ്ങുന്നില്ലേ? ഉണ്ടടാ. നമുക്ക് സഞ്ചരിക്കാനും വാഹനമില്ലേ? അങ്ങനത്തെ കാറ് വേണമെന്നൊന്നുമില്ല, അങ്ങനത്തെ ബൈക്ക് വേണമെന്നൊന്നുമില്ല. നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന വാഹനങ്ങൾ ഈ ദുനിയാവിൽ അള്ളാഹു ഒരുക്കി തന്നില്ലേ? ഉണ്ടേ. അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അങ്ങനെ എത്ര അനുഗ്രഹങ്ങളാണ് ഈ ദുനിയാവിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്കൊരു ചോദ്യം, ഈ ഓരോ അനുഗ്രഹങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ അനുഗ്രഹദാതാവിനെ എപ്പോഴെങ്കിലും നമ്മൾ ഓർക്കുന്നുണ്ടോ? ഞാൻ ഒരു നേരം ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലി അത് കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ
ശുക്ർ കാണിക്കാൻ ഞാൻ ഓർക്കാറുണ്ടോ അതോ മറക്കാറുണ്ടോ? ഇപ്പൊ ഇന്നും വന്നപ്പോ ചായ കുടിച്ചു എന്ന് എനിക്ക് തോന്നുന്നേ. ഉച്ചക്ക് ചിലപ്പോൾ ഒരു ബിരിയാണികളെ കാത്തിരിക്കണുണ്ടാവും. നിങ്ങളൊന്ന് ഇനി വെറുതെ ആലോചിച്ച് നോക്കട്ടോ. ആ ബിരിയാണി കാണുമ്പോഴെങ്കിലും, അത് കഴിക്കാൻ തുടങ്ങുമ്പോഴെങ്കിലും ഒരു വിസ്മില്ല, അത് കഴിച്ചു കഴിയുമ്പോൾ അൽഹംദുലില്ലാ, അത് പറയുമ്പോൾ കുറേ ഓർമ്മകൾ നമുക്കുണ്ട്. ഞാൻ പറയാം. അൽഹംദുലില്ലാ, അറിഞ്ഞ അല്ലാഹുവിനെ സ്തുതിക്കാൻ, കിട്ടിയ ഓരോ അനുഗ്രഹങ്ങളിലും റബ്ബിനെ ഓർക്കാൻ നമുക്ക് കഴിയാറുണ്ടോ പ്രിയപ്പെട്ട മക്കളെ? ഇനിയോ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കാൻ ഇങ്ങനെ ചുറ്റുപാട് മാത്രം നോക്കണം എന്നൊന്നുമില്ല. ആകാശത്തിലേക്ക് നോക്കിയിട്ട്, ഭൂമിയിലേക്ക് നോക്കിയിട്ട് ഇങ്ങനൊന്നും വേണ്ട. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ധാരാളം അത്ഭുതങ്ങളുണ്ട്, അതിശയങ്ങളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ അറിയുന്നില്ലേ? സൂറത്തു ദാരിയാത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാണ്. എന്നാ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ശരീരത്തെ കുറിച്ചൊന്ന് നോക്കില്ലേ? എത്രത്തോളമാണ് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എന്ന്. നമ്മുടെ ഹൃദയം എന്താ അതിന്റെ അത്ഭുതം എന്നറിയോ? ജനിക്കുന്നതിന് മുമ്പേ, നമ്മൾ ഈ ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പേ മിടിച്ചു തുടങ്ങിയതാണ് നമ്മുടെ ഹൃദയം. നമ്മൾ ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പേ മിടിച്ചു തുടങ്ങിയ ഹൃദയം ഒരു മിനിറ്റിൽ 72 തവണ മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പണി 72 തവണ ചെയ്തു നോക്കി, നിങ്ങൾ ക്ഷീണിക്കുമല്ലേ? ഒരു മിനിറ്റിൽ 72 തവണ നിങ്ങൾ ചാടിക്കൊണ്ടിരിക്കുന്നു. വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പണി ആയിക്കോട്ടെ. ഒരു മിനിറ്റിൽ 72 തവണ എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കുന്നു. ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നിർത്തണില്ല. അടുത്ത മിനിറ്റിലോ വീണ്ടും 72 തവണ തിന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് മിനിറ്റിൽ നിർത്തിയോ? ഇല്ല, ആ പ്രോസസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്തെങ്കിലും പണി ആയിക്കോട്ടെ. ക്ഷീണിക്കുമോ? ക്ഷീണിക്കൂല? ക്ഷീണിക്കും, ഉറപ്പല്ലേ? എടാ, ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങിയ പണി ഇപ്പോഴും നോൺ സ്റ്റോപ്പ് ആയിട്ടില്ലേ, നിൽക്കാതെ നിലക്കാതെ തുടർന്നുകൊണ്ടേയിരിക്കാണ്. ആര്? ഹൃദയം. എന്തൊരത്ഭുതമാണ്! ആ ഹൃദയം എങ്ങാനും വിചാരിക്കണേ, എന്താപ്പത് നമുക്ക് തോന്നലില്ലേ? എത്ര നേരമായി ഇപ്പൊ എഴുതണു, മടുത്ത്. എത്ര നേരമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണു, മതിയായി. എത്ര നേരമായി ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ ഈ ചെയ്യൂല. ഹൃദയം എങ്ങാനും വാശിക്ക് നിന്നാലേ, ഹൃദയം എങ്ങാനും അല്ലേ നമ്മോട് ഫൈറ്റിന് നിന്നാലേ, പിന്നെ നമ്മുടെ പേര് മാറും. പിന്നെ സുഹാന, അതുപോലെ തന്നെ ഫഹ്മിദ, അല്ലെങ്കിൽ പിന്നെ ആഷിഖ്, ആത്തിഫ് എന്നൊന്നും പറയൂല. പിന്നെ ഒറ്റ പേരെ വിളിക്കുള്ളൂ. എന്താണ്? മയ്യിത്ത്. ഇപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആയുസ് അത് തീരുന്നത് വരെ അള്ളാഹു ഇതിനെങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ 72 അടിക്കുന്ന അടി ഉണ്ടല്ലോ, 72 അടിക്കുന്ന അടി എങ്ങാനും കൂടിയാൽ ഒരു 140 അടിച്ചാലോ പോയി, ഇത് കിടക്കണം. 72 എങ്ങാനും കുറഞ്ഞാലോ, 72 എങ്ങാനും കുറഞ്ഞാലോ, ഒരു മിനിറ്റിൽ 10, ഒരു മിനിറ്റിൽ 5, അവിടെയും പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര കൃത്യമായാണ് അള്ളാഹു നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊരു അത്ഭുതമാണ്! ഇടതുഭാഗത്ത് ഇങ്ങനെ, നെഞ്ചിന്റെ ഇടതുഭാഗത്തൊന്ന് ഇങ്ങനെ കൈവച്ച് നോക്കിയേ. ഒന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വെച്ച് നോക്കിയാൽ ആ മിടിപ്പ് നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവപ്പെടാൻ പറ്റും. എപ്പോഴെങ്കിലും ആ മിടിപ്പിനെങ്ങനെ ഓർത്തിട്ട് പടച്ചോനെ അൽഹംദുലില്ലാ എന്ന് പറയാൻ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആ ഓർമ്മയൊക്കെ ഉണ്ടാവാനാണ് നേരം വെളുത്തപ്പോൾ നമ്മൾ ഈ ഹൈസക്കിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനിയോ കിഡ്നി, ശരീരത്തിലെ കുഞ്ഞു അവയവങ്ങളാട്ടോ, വളരെ ചെറുത്, പുറത്തേക്ക് നമുക്ക് കാണുന്നില്ല. പക്ഷേ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൗത്യം ഉണ്ടല്ലോ, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൗത്യമാണ് ഇപ്പുറത്ത് മറ്റേ ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ ഇടയ്ക്ക് ആലോചിക്കുകയെ, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്ക് പകരങ്ങാനും ഓരോ യന്ത്രങ്ങൾ, ആ ഫംഗ്ഷൻ നിർവഹിക്കുന്ന യന്ത്രങ്ങൾ ഫിറ്റ് ചെയ്താലേ നല്ല രസം ഉണ്ടാവും നമ്മളെ കാണാൻ. സ്കൂളിലേക്ക് നമ്മൾ വരുന്ന ആലോചിച്ച് നോക്കി, കിഡ്നിക്ക് പകരം ഇത്, ഹാർട്ടിന് പകരം വേറൊരു സാധനം, വലിയൊരു യന്ത്രമനുഷ്യൻ ഇങ്ങനെ വരുന്നുണ്ടാവും. ഏത് ക്ലാസ് റൂമിലാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇരുത്തുക? ഏത് സ്കൂളിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ തരിക? ഏത് ബസ്സിലാണ് നിങ്ങളെ കയറ്റുക?
ഏത് കാറില നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കമ്പനി പുതിയ കാർ ഉണ്ടാക്കേണ്ടി വരും. ഇനി എങ്ങാനും ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് നിങ്ങളെ വിളിച്ചാലോ, സൽക്കാരത്തിന് വിളിച്ചു, മോളെ ഈ വരണട്ടോ നാളെ തിന്നാന്. ഏത് ഡോറിലൂടെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറുക? ഏത് ടേബിളിലും ചെയറിലും ഞങ്ങൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുക? ഒരു അവയവത്തിന് പകരം വെക്കാനുള്ള യന്ത്രാണത്. എന്നാൽ തന്നെ പൂർത്തിയാവുമോ? അതിന് പകരമാവുമോ? ഇല്ല. കിഡ്നിക്ക് എങ്ങാനും ഫെയിലിയർ സംഭവിച്ചാലേ ഒരാഴ്ചയിൽ തന്നെ 2-3 തവണ ഡയാലിസിസിന് പോകുന്ന പല ആളുകളെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെയൊക്കെ കുടുംബത്തിലുണ്ട് അത്തരത്തിൽ പ്രയാസപ്പെടുന്നവർ. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആലോചിച്ച് നോക്കി, ഒരു ഡയാലിസിസ് പേഷ്യന്റ് മാസത്തിൽ 10,000, 15,000, 20,000 രൂപ ചെലവ് ഒരു മാസത്തിലാട്ടോ. ഇപ്പൊ 10 മാസത്തിൽ 2 ലക്ഷം റുപ്യ, ഒരു വർഷമാകുമ്പോ 2-2.5 ലക്ഷം റുപ്യ. എന്തിന്? സാധാരണ മൂത്രം ഒഴിക്കണില്ലേ, മലമൂത്ര വിസർജനം നടത്തണില്ലേ, അത് പ്രോപ്പറായിട്ട് ചെയ്യാനേ ഒരു വർഷത്തിൽ 2.5 ലക്ഷം 3 ലക്ഷവും കൊടുക്കുന്ന, അത് കൊടുത്താൽ തന്നെയോ നമുക്ക് വേറൊരു ജോലിക്കും പോകാൻ പറ്റാത്ത ഒരവസ്ഥ. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരു പ്രയാസകരമായിരിക്കും, എന്തൊരു ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ഈ പൈസ കൊടുക്കുകയും ചെയ്യുക, വാപ്പ ഇങ്ങനെ ബെഡിൽ കിടക്കുകയും ചെയ്യുക, സങ്കടകരമായിരിക്കും പ്രിയപ്പെട്ടവരെ. അതാ നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത്, അതാ നമ്മൾ അള്ളാഹുവിനോട് ശുക്ർ കാണിക്കണം എന്ന് പറഞ്ഞത്. ഇനി വേറൊരു അത്ഭുതം എന്താ അറിയോ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയൂല കേട്ടോ. നിങ്ങൾ ഈ ബാത്റൂമിൽ പോകുമ്പോഴേ അല്ലേ, ടീച്ചറോട് ചിലപ്പോൾ ക്ലാസ് റൂമിൽ നിന്ന് ഇങ്ങനെ ചോദിക്കൂലേ, മിസ്സേ സാറേ ഒന്ന് പോട്ടെ, പോയി. ഇനി ഒരു അത്ഭുതം കേൾക്കണോ നിങ്ങൾക്ക്? നമ്മൾ ഏതെങ്കിലും ഒരു സ്വിച്ച് ഇട്ടിട്ടാണോ നമ്മുടെ മലമൂത്ര വിസർജനം നടക്കുന്നത്? അല്ല കേട്ടോ, അല്ല. അത് കഴിയാൻ വേണ്ടി, നിൽക്കാൻ വേണ്ടിയിട്ട്, മൂത്രം ഒഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ബട്ടൺ നിൽക്കണ്ടോ നിങ്ങൾ? ഇല്ല. എന്നാൽ നിങ്ങളുടെ മൈൻഡ് കൺട്രോളിൽ, നിങ്ങളുടെ മനസ്സ് വിചാരിക്കുമ്പോൾ അവിടെ എത്തിയിട്ടത് പോവുകയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അത് നിൽക്കുകയും ചെയ്യണില്ലേ പ്രിയപ്പെട്ടവരില്ലേ? അതെങ്ങാനും ഇല്ലാതായാൽ എനിക്കുറപ്പാണ് ഈ ഹൈസക്കിന് എന്നല്ല, ഈ ഭൂമി ലോകത്ത് ഒരു പരിപാടിക്കും നിങ്ങൾ പോവില്ല. നിങ്ങൾ വിചാരിക്കാതെ എങ്ങാനും നിങ്ങളുടെ മലമൂത്ര വിസർജനം അല്ലേ അത് പുറത്തേക്ക് വന്നാൽ, നിങ്ങൾ വിചാരിക്കാതെ എങ്ങാനും നിങ്ങളുടെ ശരീരത്തിലെ വേസ്റ്റ് പുറത്തേക്ക് വന്നാൽ എന്തൊരു പ്രയാസമായിരിക്കും. നിങ്ങളെടുത്ത് തൊട്ടടുത്ത ആൾ ഇരിക്കുവോ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ കൊണ്ട് എന്തൊരു പ്രയാസമായിരിക്കും അല്ലേ? ഒരു അടപ്പിട്ടിട്ടും നമ്മൾ ആ ബാഗുകൾ ക്ലോസ് ചെയ്യണില്ല. ഒരു സ്വിച്ചും മലമൂത്ര വിസർജനത്തെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ ശരീരത്തിലില്ല. ആലോചിക്കണം, നമ്മൾ വളരെ കൃത്യമായ സംവിധാനം നമ്മുടെ ശരീരത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഓരോ അവയവത്തെക്കുറിച്ചും പഠിച്ചാൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എനിക്ക് കിഡ്നിക്ക് പ്രയാസമില്ല, എനിക്ക് ഹൃദയത്തിന് പ്രയാസമില്ല. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാറ്, നന്നായി ബാഡ്മിന്റൺ ഒക്കെ കളിക്കുന്ന സാറാണ് കേട്ടോ. പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് കോഴിക്കോട് ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഹോസ്പിറ്റലിലേക്ക് കാണിച്ചിട്ട് വീണ്ടും ചികിത്സക്ക് വേണ്ടിയിട്ട് കോഴിക്കോട് പോയി. 2-2.5 ലക്ഷം രൂപക്ക് ഒരു സർജറി, 2.5 ലക്ഷം രൂപക്ക് ഒരു സർജറി കഴിഞ്ഞ് ഇന്ന് അദ്ദേഹം വിശ്രമത്തിലാണ്. കാര്യമായിട്ടുള്ള കനമൊന്നും എടുക്കരുതിട്ടോ, ഓയിലി ഫുഡൊന്നും കഴിക്കരുതിട്ടോ, കരിച്ചതും പൊരിച്ചതൊക്കെ ഒഴിവാക്കണം കേട്ടോ. ഫുള്ള് നിയന്ത്രണങ്ങൾ. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രായം 48 വയസ്സാണ്. ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇതുവരെ പ്രയാസമൊന്നുമില്ലാതെ എന്തും കഴിക്കാൻ പറ്റുന്ന, എന്ത് ഭാരവും എടുക്കാൻ പറ്റുന്ന വലിയ ആവേശത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ അനുഭവിക്കും, പ്രയാസപ്പെട്ട പഠിച്ചോനെ. അപ്പോഴാണ് ഓർക്കണത് എന്തറിയോ, ഇതുവരെ എൻ്റെ കിഡ്നിയും എൻ്റെ ഹൃദയവും എൻ്റെ ശ്വാസകോശവും എൻ്റെ കണ്ണും കരളും കൽബും ഒക്കെ വളരെ കൃത്യമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അതിങ്ങനെ ഫങ്ഷൻ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോട്ടുവായി വരുന്നുണ്ടാവും അല്ലേ? നിങ്ങളെല്ലാവരും എൻ്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് വായ പൊളിക്കുവോ? ഒന്ന് വായ പൊളിക്കും, വായ പൊളിച്ചോളി. യെസ്. നിങ്ങൾ ആലോചിക്കേണ്ടത് എന്തറിയോ, കോട്ടുവായ ഇടാൻ വേണ്ടിയിട്ട് നിങ്ങളെങ്ങാനും ഇങ്ങനെ വായ പൊളിച്ചുട്ടോ അല്ലേ? നല്ല രസമല്ലേ കാണാന്? നിങ്ങളെല്ലാവരും ഇപ്പൊ ചിരിക്കാണ് എൻ്റെ മുഖം കണ്ടിട്ടേ. ഇങ്ങനെ എങ്ങാനും നിന്നാൽ
നാളെ സ്കൂളിലേക്ക് യൂണിഫോം ഒക്കെ ഇട്ട് കുളിച്ചിട്ട് ടീച്ചറുടെ അടുത്തേക്ക് പോകണല്ലേ. കുട്ടികളോട് സംസാരിക്കാണ്. എന്ത് സംസാരിക്കണ്? സംസാരിച്ചോ, അങ്ങനെ സംസാരിച്ചു നോക്ക് അല്ലേ. കോട്ടുവായിടാൻ വേണ്ടി ഒരിക്കൽ വായ തുറന്നു, പിന്നെ അത് അടയാതായാൽ ആരുണ്ടത് ഒന്ന് അടച്ചു തരാൻ? ഡോക്ടറെ അടുത്ത് പോയി, ഇല്ല ഞങ്ങൾ പരമാവധി നോക്കിയിട്ടോ കഴിയണില്ല. ലോകത്ത് ആദ്യമായി കണ്ടെത്തുന്ന പുതിയ അസുഖം അങ്ങനെ എങ്ങാനൊന്ന് വന്നോക്കട്ടെ. പിന്നെ ഒരു സമാധാനം എന്താ അറിയോ, ആ അസുഖം പടർന്നാൽ പിന്നെ കുറെ ആൾക്കാരുണ്ടാവുമല്ലോ അല്ലേ. ഇങ്ങനെ കാണുന്ന കുറെ ആളുകൾ, പ്രിയപ്പെട്ടവരത് നമുക്കെങ്ങനെ വന്നാൽ, ആ അവസ്ഥ പ്രയാസം നമുക്കുണ്ടായാൽ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പൊ എല്ലാം അല്ലേ, അത് ഓപ്പൺ ആവുമ്പോൾ ക്ലോസ് ആകാനുള്ള സംവിധാനം അള്ളാഹു നൽകിയത് ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ ഓർത്തോ? എപ്പോഴെങ്കിലും ഒരു അൽഹംദുലില്ലാ പറഞ്ഞോ? ഇനിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ലേ, നമ്മളിങ്ങനെ സുഖസുന്ദരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു വലിയ അല്ലേ, പിന്നെ എനിക്ക് അനങ്ങാൻ കഴിയണില്ല, ഭയങ്കര നെഞ്ചുവേദന. ഇതാ താഴേക്ക് വീഴും നേരം എൻ്റെ സുഹൃത്ത് എന്നെ താങ്ങി പിടിച്ചു, വേഗം കൊണ്ടുപോകാണ് ഹോസ്പിറ്റലിലെത്തി അല്ലേ. പിന്നെ ഭയങ്കര സ്വീകരണമായിരിക്കും നമുക്ക് അല്ലേ. ക്യൂ 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 എന്നൊക്കെ ഇങ്ങനെ പോകുക. നമ്മൾ ഇറങ്ങുമ്പോഴേക്ക് സ്ട്രെച്ചറായിട്ട് ആൾക്കാർ വരിക. പിന്നെ നടക്കണ്ട, കിടന്നങ്ങനെ പോയാൽ മതി. നേരെ കൊണ്ടുപോകും കാഷ്വാലിറ്റി, അത്യാഗ്രഹ വാർഡല്ല കേട്ടോ, അത്യാഹിത വാർഡ് അല്ലേ. കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോകുന്നു, വേഗം ICUവിലേക്കും ICCUവിലേക്കും ഒക്കെ ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് കൊണ്ടുപോയി അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞു, 10 ദിവസം കഴിഞ്ഞു, ചിലപ്പോൾ വെന്റിലേറ്ററിലൊക്കെ എത്തി. 10-15 ദിവസം കഴിഞ്ഞ് വീണ്ടും റൂമിലേക്ക് മാറ്റാണ് കേട്ടോ. ഡോക്ടർമാർ വല്ലാതെ നമ്മുടെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കാൻ. 3-4 ഡോക്ടർമാർ നമ്മളെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നു. ആകെ തരുന്ന എന്താ അറിയ മക്കളെ? ഓക്സിജൻ മാത്രം. നിങ്ങളെല്ലാവരും ശ്വാസം എടുത്തേ. ഇതാ 15 ദിവസം ഹോസ്പിറ്റലിൽ നമുക്ക് നൽകുന്നത് ഈ ഓക്സിജൻ. പിന്നെ റൂമിലേക്ക് മാറ്റി. അള്ളാന്റെ അനുഗ്രഹം കൊണ്ട്, ആയുസ്സുണ്ടായത് കൊണ്ട്, പടച്ചോൻ സഹായിച്ചത് കൊണ്ട് റൂമിലെത്തി. ഇപ്പൊ കുറെ ആൾക്കാർ നമ്മളെ കാണാൻ വരും അല്ലേ, സുഹൃത്തുക്കളൊക്കെ വരും. പറയാണ്, വിശേഷങ്ങൾ പറയാണ്. എന്തേ ഉണ്ടായത്? ഒന്നുമില്ല, എനിക്ക് ഓർമ്മയില്ല. നടന്നു പോകുന്നതിനിടയിൽ പെട്ടെന്നൊരു വേദന, ഞാനിങ്ങനെ സ്റ്റക്കായത് ഓർമ്മയുണ്ട്. പിന്നെതാ ഇവിടെയാണ് എനിക്ക് ഓർമ്മയുള്ളത്. അതൊക്കെ കഴിഞ്ഞിട്ടോ, കാണുന്നവരൊക്കെ കാണാൻ വരട്ടെ. തിരിച്ചിറങ്ങുന്ന ഒരു ദിവസം ഉണ്ട് ഹോസ്പിറ്റലിൽ നിന്ന്. തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ദിവസം, ഇറങ്ങുന്ന സമയത്തേ നമ്മൾ ഹോസ്പിറ്റൽ അധികൃതർ നമ്മുടെ കയ്യിലൊരു ബില്ല് തരും. നമ്മുടെ കയ്യിലാവില്ല, വാപ്പാൻ്റെ അടുത്തായിരിക്കും. വാപ്പാനോടൊന്ന് ചോദിക്കുക, വാപ്പ എത്രയാ? ഒന്നുമില്ല മോളിപ്പോൾ അത് അറിയണ്ട. കാരണം എന്താ അറിയോ, ബില്ലിന്റെ എമൗണ്ട് കണ്ടാൽ ചിലപ്പോൾ നമ്മളെ ശ്വാസം പിന്നെയും പോവും. 5 ലക്ഷം, 6 ലക്ഷം, 7 ലക്ഷം. എന്തേ കിട്ടിയത്? ഡെയിലി കഴിച്ച ഫുഡിനല്ല. ഇപ്പൊ നിങ്ങൾ ശ്വാസം എടുക്കാൻ പറഞ്ഞില്ലേ, അതേപോലെ കൃത്രിമമായി നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ശ്വാസോച്ഛ്വാസം നൽകിയതിന്, കൃത്രിമ ഓക്സിജൻ നൽകിയതിന് അവർ ഈടാക്കിയ ബില്ലിന്റെ എമൗണ്ടാണ് ലക്ഷക്കണക്കിന് രൂപ. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും സമയത്ത് അൽഹംദുലില്ലാ പറഞ്ഞോ? ശ്വാസം ഇങ്ങനെ അറിഞ്ഞോണ്ടെടുത്ത് അൽഹംദുലില്ലാ പടച്ചോനെ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറയാൻ, റബ്ബിന്റെ നിഅമാത്തുകളെ കുറിച്ച് ഓർക്കാൻ, ശുക്ർ കാണിക്കാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ടേയിരിക്കണം. നമുക്കറിയാം, കണ്ണും കാതും. കണ്ണൊന്ന് അടച്ചു നോക്കിയേ. ഓൾ ഓഫ് യു പ്ലീസ് ക്ലോസ് യുവർ ഐസ്. മലയാളികൾക്ക് ഒരു സ്വഭാവമുണ്ട്, കണ്ണടക്കാൻ പറഞ്ഞാൽ ഒന്നിങ്ങനെ അടക്കും അല്ലേ, എന്നിട്ട് ഇങ്ങനെ നോക്കും, എന്താ ഞാൻ കാട്ടിക്കൂട്ടണ്. അപ്പൊ അങ്ങനെ ഒന്നും ഇടങ്ങാറാവണ്ട, ഞാനൊന്നും ചെയ്യണില്ല, നിങ്ങൾ പറയുന്നത് കേട്ടാൽ മതി. പ്ലീസ് ക്ലോസ് യുവർ ഐസ്. നീ ചോദിക്കുന്നതിന് ഉറക്കെ ഉത്തരം പറയണം കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിറത്തിന്റെ പേരെന്താണ്? ഉറക്കെ പറയും, ഉറക്കെ പറയും. കറുപ്പ്, ബ്ലാക്ക്. അത് ബ്ലാക്കാന്ന് ആരാ നിങ്ങളോട് പറഞ്ഞേ? അത് ഡാർക്കാണ് നിങ്ങളോട് ആരാ പറഞ്ഞത്? കണ്ണുണ്ടായ സമയത്ത് ബ്ലാക്ക് എന്നുള്ളൊരു അവസ്ഥ നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ടാണ്. കറുപ്പ് എന്നുള്ളത് നിങ്ങൾ അറിയുന്നതുകൊണ്ടാണ്. ലൈറ്റ് നിങ്ങൾക്ക് അവിടെ കാണാത്തത് കൊണ്ടാണ്. അങ്ങനെ കണ്ണു പൂട്ടിയിരിക്കുന്ന ഒരാളോടെ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന ഒരാളോട് പറയണേ, എടാ നീ ഇട്ടിരിക്കുന്ന ഈ ചുവന്ന കുപ്പായ ഉണ്ടല്ലോ, ഈ നീല ഷോൾ ഉണ്ടല്ലോ,
നല്ല ഭംഗിയുണ്ട് എന്ന് പറയുമ്പോൾ അയാൾ ഇങ്ങനെ ചിരിക്കും അല്ലേ? അയാൾക്കെന്ത് നീല, അയാൾക്കെന്ത് ചുവപ്പ്. കുട്ടിയുടെ മുഖം കണ്ടിട്ടില്ല, ആകാശത്തിന്റെ നിറമറിയില്ല, സമുദ്രത്തിന്റെ തിരമാലകൾ അത് വരുന്നതിന്റെ രൂപമോ ഭാവമോ അറിയാത്ത, ഒരു ബസ്സോ ട്രെയിനോ വിമാനമോ ഒന്നും കാണാത്ത, പ്രസവിച്ച ഉമ്മയുടെ മുഖം പോലും ഒരു നോക്ക് കാണാൻ കഴിയാത്ത അന്ധനായ ഒരു മനുഷ്യൻ നമ്മൾ പലപ്പോഴും കാണാറില്ലേ? പ്ലീസ് ഓപ്പൺ യുവർ ഐസ്. കാണാറില്ലേ? കണ്ണ് കാണാത്തവരുടെ അവസ്ഥ എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പ്രയാസപ്പെട്ടുകൊണ്ട് അവർ നടക്കുമ്പോ ഒന്നും കാണാത്ത, ഒന്നുമില്ലാത്തൊരു ലോകത്ത് അവരിങ്ങനെ എന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണ്ടേ? ഈ കണ്ണിന് ശുക്ർ കാണിക്കണ്ടേ? ആ കണ്ണ് നൽകിയ റബ്ബിന്, ആ റബ്ബ് ഇഷ്ടപ്പെടുന്നത് കാണുകയും റബ്ബ് വിലക്കിയത് കാണാതിരിക്കുകയും വേണ്ടേ? അതല്ലേ ശുക്ർ? അതല്ലേ ശുക്ർ? കാതുകൾ, ചെവി കേൾക്കാത്ത മനുഷ്യർ, ഇനിയോ നാവ്, സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ, എൻ്റെ ഇമോഷനുകൾ, എൻ്റെ വികാര വിക്ഷോഭങ്ങൾ ഒരാളോട് പറയാൻ കഴിയാത്ത അവസ്ഥ. എനിക്ക് സങ്കടമാണ്, എനിക്ക് പറയാൻ പറ്റണില്ല, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലും ചെയ്യാ, പറയാൻ പറ്റണില്ല, എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണില്ല, ഒന്നും പറയാൻ പറ്റണില്ല. സംസാരശേഷിയില്ലാത്ത ആളുകൾ എത്ര പ്രയാസപ്പെട്ടുകൊണ്ടായിരിക്കും അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതാണ്, അള്ളാഹു എനിക്ക് നൽകിയ കാഴ്ചശക്തി, നടക്കാനും ഇരിക്കാനും ഓടാനും ചാടാനും ഒക്കെ എനിക്ക് കഴിയുന്നു. ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് വേഗത്തിലെത്താൻ എൻ്റെ കൈകാലുകൾ എന്നെ സഹായിക്കുന്നു. പ്രയാസപ്പെട്ടുകൊണ്ട് നടന്നു നീങ്ങുന്നവർ നമ്മുടെ സ്കൂളിലും നമ്മുടെ നാട്ടിലും ഒരു വേള നമ്മുടെ കുടുംബത്തിലൊക്കെ നമ്മൾ ഇവരെ കാണാറുണ്ട്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ശുക്ർ കാണിക്കാൻ, റബ്ബിനെ ഓർക്കാൻ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് റബ്ബിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയണം എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര രുചിക്കൂട്ടുകൾ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ നുണഞ്ഞുകൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ വിഭവങ്ങൾ വരുമ്പോൾ, പിസ്താഷിയോ കുനാഫ എന്ന് കേൾക്കുമ്പോൾ, ചോക്ലേറ്റ് ബോംബ് എന്ന് കേൾക്കുമ്പോൾ, അല്ലേ, പുതിയ പുതിയ വിഭവങ്ങളെ പറ്റി അറിയുമ്പോൾ അത് ടേസ്റ്റ് ചെയ്യണം, അതറിയണം, അതൊന്ന് നുണയണം എന്നുള്ള ആഗ്രഹമാണ്. എനിക്കുറപ്പാണ്, തൊട്ടപ്പുറത്ത് വരി നിൽക്കുന്ന ഒരൊറ്റ കുഞ്ഞും അവർക്ക് പിസ്താഷിയോ കുനാഫ വേണ്ടി വരില്ല. അവർക്ക് ബിരിയാണിയെ കുറിച്ച് സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല, ഷവർമ റോളുകളാവൂല അവരുടെ സംസാരത്തിലെ വിഷയം, ഷവാഹയാവൂല. പ്രിയപ്പെട്ടവരെ, ഒരു നേരത്തെ ഭക്ഷണം, ഒരു സമയത്തെ ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ വിശപ്പടക്കാൻ, തൽക്കാലം ഒന്ന് നിവർന്നു നിൽക്കാൻ ഒരു സമയത്ത് അന്നം കിട്ടുമോ, വെള്ളം കിട്ടുമോ, ഇതാഗ്രഹിച്ചുകൊണ്ട് ദിവസങ്ങളോളം കാത്തു നിന്ന്, കിലോമീറ്ററുകളോളം വരി നിന്നുകൊണ്ട് ഈ പാത്രവുമായിട്ട് ഇങ്ങനെ അടുത്ത് വരുമ്പോ പിന്നെ മുമ്പിന്ന് കേൾക്കണത് അറിയോ? കഴിഞ്ഞുട്ടോ, കഴിഞ്ഞു, അടുത്ത വണ്ടി അവിടെ വരാണ്ടോ? ഇല്ല, ഇനി ഭക്ഷണം കിട്ടണമെങ്കിൽ വീണ്ടും ഒരാഴ്ച കാത്തിരിക്കുക, വീണ്ടും ദിവസങ്ങളോളം കാത്തു നിൽക്കുക. നമ്മൾ ഈ പ്രയാസം അറിഞ്ഞിട്ടില്ല. ഓരോ സമയം ഭക്ഷണം കഴിക്കുമ്പോഴും എത്ര സമയം, എത്ര തവണ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഓരോ ഉരുളയും വായിലേക്ക് എടുത്തു വെക്കുമ്പോ എത്ര തവണ നമ്മൾ റബ്ബിനെ സ്തുതിക്കണം അൽഹംദുലില്ലാ. ചില റിപ്പോർട്ടർമാരുടെ വാർത്തകൾ നമ്മളിങ്ങനെ വായിക്കുമ്പോ അതിലവർ പറയണേ, ഈ സൂപ്പ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ചെറിയ കുട്ടികളുടെ കൈകൾ അത് പൊള്ളൂത്രേ, വേദന കൊണ്ട് പൊള്ളി പ്രയാസപ്പെട്ട് അത് ഏറ്റുവാങ്ങിയിട്ട് അവർ തിരിച്ചു പോകാൻ കുറച്ച് സൂപ്പിന് വേണ്ടിയിട്ട്. ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ വീട്ടിലേക്ക് ഓടാൻ, അവിടെയുള്ള ഉമ്മയും ഉപ്പയും ഒരുമിച്ച് ആകെ കിട്ടിയ ആ കുറഞ്ഞ ക്വാണ്ടിറ്റി ഭക്ഷണം ഒരുമിച്ച് കഴിക്കാൻ അവര് പറയുന്നുണ്ട് അൽഹംദുലില്ലാ. ഒരു റിപ്പോർട്ടർ ഒരു ചെറിയ കുട്ടിയോട് അടുത്ത് വന്ന് ചോദിക്കാൻ, നിങ്ങൾ ഇല്ലേ ഈ പ്രയാസം അനുഭവിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഈ ലോകത്തോട്? പുഞ്ചിരിച്ചുകൊണ്ട് ആ കുട്ടി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്ന മറുപടി, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. പട്ടിണി കൊണ്ടും ഭയം കൊണ്ടും അല്ലേ, പേടി കൊണ്ടും വിശപ്പുകൊണ്ടും ഒക്കെ അള്ളാഹു ഞങ്ങളെ പരീക്ഷിക്കുമെന്ന് മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട് ഖുർആനിൽ. വബശ്ശിരിസ് സ്വാബിരീൻ,
പിന്നെയോ അവിടെ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്തയുണ്ട് എന്നും ഞങ്ങളെ സൃഷ്ടിച്ച റബ്ബ് ഞങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പുഞ്ചിരിയോടെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന മറുപടി കേട്ടപ്പോ അന്താളിച്ച് നിൽക്കുന്ന റിപ്പോർട്ടർ നമ്മൾ കാണുകയാണ്. നമുക്ക് പറയാൻ പറ്റുമോ? ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാതാവുമ്പോഴേക്ക്, ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ രുചി കുറയുമ്പോഴേക്ക് പരാതി പറഞ്ഞുകൊണ്ട്, പകുതി ഒഴിവാക്കിക്കൊണ്ട്, ഉമ്മയുടെ മുഖത്ത് നോക്കി കയർത്ത് സംസാരിച്ചുകൊണ്ട്, ഒരേ പാറ്റേൺ അല്ലേ, ഒരേ ഫുഡ്, ഒരേ വിഭവങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് തന്നാൽ എന്താ, എന്നും ഇതന്നെയുള്ളോ കൂട്ടാൻ, എന്നും ഇത് തന്നെയുള്ളോ കറി, എന്നും ഇത് തന്നെയുള്ളോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുഖം വീർപ്പിക്കുന്ന, കനപ്പിക്കുന്ന മക്കളായി നമ്മൾ മാറുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് ആ പിഞ്ചു ബാല്യങ്ങളെയാണ്. എന്ത് കിട്ടിയാലും തൃപ്തിയടയുന്ന, റബ്ബിനെ ഓർക്കുന്ന, ശുക്ർ കാണിക്കുന്ന, ഏറ്റവും നല്ല നന്ദി കാണിക്കുന്ന അടിമകളായി പ്രിയപ്പെട്ടവരെ നമുക്ക് മാറാൻ കഴിയണം എന്നാണ് അല്ലേ? നമ്മളൊക്കെ വീട്ടിൽ സുഖമായി ഉറങ്ങുകയാണ്. ഉറക്കം വല്ലാത്ത അനുഗ്രഹമാണ്. ഉറക്കം വല്ലാത്ത അനുഗ്രഹമാണ്. ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥകൾ ആലോചിച്ച് നോക്കിയേ. രാത്രി ഇങ്ങനെ ഉറങ്ങുമ്പോഴേ പേടിച്ചിട്ട് ഉറങ്ങുക, ഓരോ സമയത്തും ഞെട്ടി ഞെട്ടി എണീക്കുന്ന ഒരവസ്ഥ, സുഖമായി ഒന്നുറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. അങ്ങനെയൊക്കെയുള്ള പ്രയാസം വരുമ്പോഴാണ് ഒന്നുറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പോലും നമ്മൾ ആലോചിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ഇന്നലെ രാത്രി പോലും കിടന്നുറങ്ങിയപ്പോ ഒരാളും ആലോചിച്ചിട്ടില്ല അല്ലേ, ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ ബോംബ് വന്ന് വീണേക്കാം. ആരെങ്കിലും ആലോചിച്ചോ? ഇല്ല. കാരണം നമുക്ക് അങ്ങനത്തെ ടെൻഷൻ ഇല്ല. അങ്ങനത്തെ ഒരു ഭൂമികയിലല്ല നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ സുഖത്തിൽ, സുഖാഡംബരത്തിൽ, സുഖലോലുപതയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നമുക്കൊരുപാട് ചെയ്യാനുണ്ട്. റബ്ബിലേക്കടുത്ത്, റബ്ബിനെ പ്രീതിപ്പെടുത്തി, ലഭ്യമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല മക്കളായി ജീവിച്ച് മാതൃക കാണിച്ച് മുന്നിൽ നിന്ന് നയിക്കാനും നടക്കാനും നമുക്ക് സാധിക്കണം എന്നർത്ഥം. അപ്പോഴാണ് സ്വർഗമെന്ന വലിയ സന്തോഷ വാർത്ത, സ്വർഗമെന്ന ഏറ്റവും സുഖമായ ജീവിതം അത് ആഗ്രഹിച്ചും മോഹിച്ചും നിൽക്കുമ്പോൾ അവിടെ എത്തിപ്പെടാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ മത്സരിക്കുന്നവർ ഇവരൊക്കെയാണ്. പ്രയാസങ്ങൾ താണ്ടി, പരീക്ഷണങ്ങളിൽ ക്ഷമിച്ചുകൊണ്ട്, അള്ളാഹുവിലേക്ക് അടുക്കുന്ന, റബ്ബിനെ ഓർത്തുകൊണ്ട്, ശുക്ർ കാണിച്ചും അള്ളാഹുവിനെ ദിക്റുകൾ ചൊല്ലിയും വളരെ സുന്ദരമായി യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നവരോടാണ് നമുക്ക് മത്സരിക്കാനുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും അള്ളാഹു എന്നുള്ള റബ്ബിന് വേണ്ടി നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഒരു കാര്യത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ എൻ്റെ റബ്ബിന് അത് ഇഷ്ടമാണോ എന്ന ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യമായി വരേണ്ടത്. ഞാൻ പോയില്ലെങ്കിൽ ഫ്രണ്ട്സ് എന്താ വിചാരിക്കുക, ഞാൻ അവിടെ എത്തിയില്ലെങ്കിൽ റിലേറ്റീവ്സ് എന്ത് വിചാരിക്കും, അവരൊക്കെ എന്ത് വിചാരിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ റബ്ബ് എന്ത് വിചാരിക്കും, ഞാനത് ചെയ്താൽ എൻ്റെ റബ്ബിന് ഇഷ്ടമാണോ, ഞാനത് ചെയ്യാതിരുന്നാൽ എൻ്റെ റബ്ബിന് പരാതിയാണോ, ഈ ചിന്ത വേണം നമുക്ക്. ഒരു നമസ്കാരത്തെ ഒഴിവാക്കുമ്പോൾ, ഒരു അമലുകൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, മാഞ്ഞു പോകുമ്പോൾ ആത്മാർത്ഥമായി, ഗൗരവകരമായി നമ്മൾ ആലോചിക്കണം, എൻ്റെ റബ്ബ് എന്നോട് പിണങ്ങുമോ? ഏറ്റവും അല്ലേ ഇന്റിമേറ്റ് ഫ്രണ്ട് നമ്മോട് പിണങ്ങുമ്പോൾ, തെറ്റുമ്പോൾ എന്തൊരു പ്രയാസമാണ് അറിയാം നമുക്ക്, എന്തൊരു ബുദ്ധിമുട്ടാണ്, സഹിക്കാൻ കഴിയണില്ല. അല്ല എങ്ങാനും നമ്മോട് തെറ്റിയാൽ, പരലോകത്ത് നാളെങ്ങാനും അല്ല നമ്മളെ മൈൻഡ് ചെയ്യാതിരുന്നാൽ, എന്റെ മുഖത്തേക്ക് എന്റെ റബ്ബ് നോക്കാതിരുന്നാൽ, അതിനേക്കാൾ വലിയ പ്രയാസം നമുക്ക് വരാനില്ല. അതാണ് ലോകത്ത് ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷമം, അതായിരിക്കും ഏറ്റവും വലിയ സങ്കടം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അല്ലാഹു എന്നുള്ള സ്രഷ്ടാവായ പടച്ചോന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ കഴിയണം. ശുക്ർ കാണിച്ചുകൊണ്ട്, എപ്പോഴും റബ്ബിനെ ഓർത്ത്, റബ്ബിനെ വണങ്ങി, അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിച്ചും ഓർത്തും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നാണ്. അങ്ങനെ ജീവിച്ചാൽ നമുക്കുള്ള ഗുണം എന്താണ്? വലഇൻ ശകർതും ലഅസീദന്നകും, വലഇൻ ശകർതും ലഅസീദന്നകും. അല്ലേ, നിങ്ങൾ നന്ദി കാണിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇരട്ടി ഇരട്ടിയായി നൽകുമെന്നാണ്. നമ്മളെപ്പോഴും പരാതിയാ പറയാ അല്ലെ, എനിക്കത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് പരാതിയല്ലേ പറയാ. പരാതിക്ക് പകരം, പരിഭവങ്ങൾക്ക് പകരം
എൻ്റെ റബ്ബ് എനിക്ക് തന്നതിനെക്കുറിച്ച് ഓർത്താൽ, സംസാരിച്ചു കൊണ്ടിരുന്നാൽ, എനിക്കിതൊക്കെ ഉണ്ടല്ലോ, എനിക്ക് വീട്ടിൽ കാറില്ലെങ്കിലും അല്ലേ വാഹന സൗകര്യമുണ്ടല്ലോ, മാന്യമായ ഭക്ഷണമുണ്ടല്ലോ, മാന്യമായ വസ്ത്രമുണ്ടല്ലോ, കീറിപ്പറിയാത്ത വസ്ത്രമുണ്ട്, മഴയും വെയിലും കൊള്ളാത്തൊരു വീടുണ്ട്, വിശപ്പില്ലാത്തൊരവസ്ഥയുണ്ട്, പേടിയില്ലാത്ത സാഹചര്യമുണ്ട്, അസുഖം വന്നാൽ ചികിത്സിക്കാനുള്ള ഇടങ്ങളുണ്ട്, വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൂട്ടുകാരുണ്ട്, ശാന്തമായൊരു നാടുണ്ട്. ഉള്ളതിനെപ്പറ്റി ഓർത്തുകൊണ്ടിരുന്നാൽ അള്ളാഹു വീണ്ടും വീണ്ടും നൽകിക്കൊണ്ടേയിരിക്കുമെന്നാണ്. അതുകൊണ്ട് ശുക്രോടെ, സ്തുതികളോടെ അള്ളാഹുവിനെ ഓർക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മക്കളായി മാറാൻ നിങ്ങൾക്ക് കഴിയണം. അതിന് ഈ വിദ്യാർത്ഥി സംഗമം ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.